Good morning. Next is perimeter of a circle. Listen here. The perimeter of a circle is pi times its diameter. Pi times, that means pi is a number which is approximately equal to 3.14. That means diameter is പെരിമീറ്റർ ഈസ് സ്കെയിൽഡ് ബൈ ദ ഡയമീറ്റർ. ഡയമീറ്ററിൻ്റെ ഒരു പ്രത്യേക റേഷ്യോ ആണ്, അല്ലെങ്കിൽ ഒരു പൈയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഡയമീറ്ററും പൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ പൈ ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ. അപ്പോൾ അത് റേഡിയസ് ആകുമ്പം ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2π ടൈംസ് ഇറ്റ്സ് റേഡിയസ്. പൈ ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ ആൻഡ് 2π ടൈംസ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ പൈയുടെ വാല്യൂ ആണ് അത്. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പൈ ഈസ് ഈക്വൽ ടു 3.14159226 ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഇതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് പൈ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. നമ്മൾ റാഷണൽ നമ്പറിനെ പറ്റി ഇറാഷണൽ നമ്പറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും അതിങ്ങനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ അവസാനിക്കുകയോ റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്യാത്ത നമ്പറിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. പൈ ആക്ച്വലി ഒരു ഇറാഷണൽ നമ്പറാണ്. പൈൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം 3.14 എടുക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളിത് പെരിമീറ്റർ ഓഫ് എ സർക്കിളിന് എഴുതിയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇനി പേജ് 136 പ്രോബ്ലംസാണ്. അതിതാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. പേജ് 136 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ബിലോ എ റെഗുലർ ഹെക്സഗൺ, എ സ്ക്വയർ ആൻഡ് എ റെക്ടാങ്കിൾ ആർ ഡ്രോൺ ഇൻ ദെയർ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് സർക്കിൾ. ഈച്ച് polygon is a regular polygon. Here hexagon, here square and here that means perimeter of each ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇത് റെഗുലർ ഹെക്സഗൺ, ഇതൊരു സ്ക്വയർ, ഇത് റെക്റ്റാങ്കിൾ. അങ്ങനെ മൂന്നെണ്ണമാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും പെരിമീറ്റർ സർക്കിളിൻ്റെ കാണണം. പേജ് 136 ഇതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തേത്, റെഗുലർ ഹെക്സഗൺ. വൺ സൈഡ് ഈസ് 2 cm. ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതിൽ ഇതേ സെയിം ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു ഇതിങ്ങോട്ട് സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതേപോലെ ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇത് ആംഗിൾ, ഈ സെൻട്രൽ ആംഗിൾ, ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 360 കിട്ടും. അപ്പോൾ ഈച്ച് ആംഗിൾ വിൽ ബി 360 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് 60. അങ്ങനെ ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആകുമെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഹിയർ റേഡിയസ് ഈസ് ഈക്വൽ ടു 2 cm ബിക്കോസ് ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദെൻ റേഡിയസ് ഈസ് ഈക്വൽ ടു 2 cm. ദെൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് സർക്കിൾ? ഡയമീറ്റർ ഇൻറ്റു പൈ. ഡയമീറ്റർ ഇൻറ്റു പൈ അല്ലെങ്കിൽ റേഡിയസ് ഇൻറ്റു 2π. ഇപ്പോൾ 2πr എന്ന് പറയും. 2πr എന്നൊരു ഫോർമുലയാണ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. 2πr അല്ലെ റേഡിയസ് 2 ആണ്. അപ്പോൾ 4π എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് സ്ക്വയറാണ്. സ്ക്വയറാണ് ഇവിടെ ഉള്ളത്. ഈച്ച് സൈഡ് ഈസ് 2 cm. ദെൻ വി ക്യാൻ ഡ്രോ ഇറ്റ്സ് ഡയമീറ്റർ ഓർ ഡയഗണൽ. ഡയമീറ്ററും ഡയഗണലും ഇവിടെ സെയിം ആയിട്ട് വരും. അപ്പോൾ ഈച്ച് ആംഗിൾ ഈസ് 45, 45 and 90. വി നോ 45, 45, 90. If angles are 45, 45, 90, the sides opposite to the angles are 1:1:√2. അതാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. 45ൻ്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ പിന്നെ 90ൻ്റെ ഓപ്പോസിറ്റ് 2√2 ആയിരിക്കും. 2√2 എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്ററാണ് 2√2. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ 2√2π cm. Then again സർക്കിൾ, ഇത് റെക്റ്റാങ്കിളാണ്. Length is 2 cm and breadth is 1.5 cm. Diameter is equal to root of. This is Pythagoras theorem. That means base square plus altitude square is equal to hypotenuse square. Diameter is equal to, diameter is hypotenuse here. Diameter is equal to root of 2 square plus 1.5 square. Root of square of 2 is 4 and square of 1.5 is 2.25. Its sum is 6.25. Then what is the square root of 6.25 is 2.5 because 25 into 25 is 625. Therefore its root is 2.5. Then perimeter is equal to 2πr. Then 2 into pi into r.
Here diameter is 2.5, then diameter into pi is perimeter. Diameter is 2.5 and its pi is here and 2.5 centimeter here. Here you look, നമ്മളോട് പറയുകയാണ് പൈൻ്റെ വാല്യൂ കൂടെ കണ്ടിട്ട് ചെയ്യണം. പൈൻ്റെ വാല്യൂ ഇവിടെ ബ്രാക്കറ്റിൽ തരുകയാണ്. 3.14 തരുവാണെങ്കിൽ ഈ പൈ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ മാത്രം മതി. Then